ഹലോ, ഞാനിപ്പോൾ നടക്കുന്നത് പാരീസിലെ വീതികളിലൂടെയാണ്. വളരെ മനോഹരമായ വീതി, വളരെ പോഷായിട്ടുള്ള ആർട്ട് കൊണ്ട് റിച്ചായിട്ടുള്ള നല്ല റോഡുകളാണ്. വളരെ മനോഹരം സിറ്റി കാണാനായിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് നടക്കുന്നത് മോൺപർനാസെ എന്ന് പറയുന്ന പാരീസിലെ ഒരു ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ്. അവിടെ നിന്ന് വേണം എനിക്ക് ലൂർദിലോട്ട് പോകാനായിട്ട്. ഏകദേശം 6 മണിക്കൂർ യാത്ര പാരീസിൽ നിന്ന് ലൂർദിലോട്ടുണ്ട്. പാരീസിലെ മോൺപർനാസെ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഡബിൾ ഡെക്കറായിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനാണ് ക്യാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 6 മണിക്കൂറുണ്ട് ലൂർദിലെത്തുവാനായിട്ട്. ഞാൻ എൻ്റെ സീറ്റ് യാത്ര ചെയ്യുമ്പോൾ ഇരുവശവും വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ട്രെയിന് ഏകദേശം 320 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 318 കാണിക്കുന്നത്. അപ്പോൾ അത്രയും സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. എങ്കിൽ കൂടിയും വളരെ സ്പീഡിലാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഞാനിപ്പോൾ ലൂർദ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ലൂർദ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെ പതുക്കെ നടന്ന് ഞാൻ എൻ്റെ ഞാൻ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ് ഞാൻ നടക്കുന്നത്. ഇത് ഞാൻ വന്നിറങ്ങിയ ട്രെയിനാണ്, ഡബിൾ ഡെക്കർ ട്രെയിന്. ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ക്ലാസ്സും താഴെ സെക്കൻഡ് ക്ലാസ്സുമാണ്. അതാണ് ലൂർദ് സ്റ്റേഷൻ. നിങ്ങൾക്ക് നെയിം ബോർഡ് കാണാൻ സാധിക്കും. ഒത്തിരി പിൽഗ്രിംസ് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. ഇതിപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്നിട്ടുള്ള മോർണിംഗിലുള്ള വ്യൂ ആണ്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. ലാൻഡ്സ്കേപ്പായിട്ടുള്ള വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം. ഒത്തിരി വളരെ ക്ലിയർ സ്കൈ, ഫ്രഷ് എയർ നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഈ താമസിച്ച ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശമാണ്. അങ്ങനെ ഞാൻ ലൂർദിലെ പരിശുദ്ധ പരിപാവനമായ ബസിലിക്കയിൽ ഞാൻ എത്തി. ദ സാങ്ച്വറി ഓഫ് അവർ ലേഡി ഓഫ് ലൂർദ്. അതിൻ്റെ പിക്ചറാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. വളരെ മനോഹരമായ ബസിലിക്ക. ഒത്തിരി പിൽഗ്രിംസ് ഇവിടെ വരുന്നുണ്ട്. ഈ പള്ളിയുടെ റൈറ്റ് സൈഡിൽ താഴെയാണ് ഗ്രോട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് വളരെയധികം ആളുകൾ, വളരെയധികം യൂത്തുകൾ ഫ്രാൻസിൻ്റെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പിൽഗ്രിംസ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആണ്.
മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയിൽ വിശുദ്ധ കുർബാന ആരംഭിക്കാൻ പോവുകയാണ് ഉടനെ തന്നെ. അപ്പം അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഒരു 50-ലധികം അച്ഛന്മാർ ഉള്ള ഒരു വലിയ സമൂഹ ബലിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. Soit avec vous. Et avec votre esprit. Évangile de Jésus-Christ selon saint Matthieu. En ce temps-là, Jésus disait à ses disciples, ce n'est pas en me disant. Souviens-toi, Seigneur, de ton Église répandue à travers le monde. Fais-la grandir dans ta charité en union avec notre pape François, notre évêque Jean-Marc et tous les évêques, les prêtres et les diacres. Le Seigneur est la seule aujourd'hui dans notre joie, qui rayonne aujourd'hui dans notre joie, encore une fois, qui rayonne aujourd'hui dans notre joie. À l'Esprit Saint, ensuite un chant à Marie, et on vous invitera à voir chacun une prière personnelle. Tous ceux qui ont une vie. വിശുദ്ധ ബർണാദത്തേക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവയാണ് ഈ കാണുന്നത്. ഈ ഉറവയിൽ നിന്നുള്ള വെള്ളം ആളുകൾക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കുടിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഈ ഗ്രോട്ടോയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വലിയ ബിഗ് ഗ്രൗണ്ടാണ്. ആളുകൾക്ക് ഇരിക്കുകയും വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബർണാദത്തേക്ക് 1858 18 തവണയാണ് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ലേഡി ഓഫ് ലൂർദ് ബസിലിക്ക 3 ചർച്ചുകളാണ് ഈ ബസിലിക്കയിലുള്ളത്. അത് ബേസ്മെൻറ്റ്, ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെയാണ് അതിൻ്റെ 3 ലെയേഴ്സ്. അതിൻ്റെ അകത്ത് ബസിലിക്ക ഓഫ് ഇമാക്കുലേറ്റ്